ഇത് ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും ശ്രുതിയുടെയും അശ്വിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇതുവരെയും അവരെ വീണ്ടും കണ്ടുമുട്ടിയിട്ടില്ലായിരുന്നു. അശ്വിൻ അറിയത്തില്ല ശ്രുതിക്കാണ് ഈ ഒരു ഓർഡർ കൊടുത്തത് കാര്യം അശ്വിൻ അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ശ്രുതിയും ഈ ഒരു വലിയ ഒരു ഓർഡർ കിട്ടാൻ കാരണം അശ്വിനാണ് എന്നുള്ള ഒരു സത്യം ശ്രുതി മനസ്സിലാക്കിയിട്ടില്ല. ഈ സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇവര് രണ്ടുപേരും ഇനി വീണ്ടും കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇവർക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു പടുകുഴിയിലാണ് നമ്മുടെ ശ്രുതി ചെന്ന് വീണിരുന്നത്. വലിയ പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കുറച്ച് ശ്രുതി കരകയറി വരാൻ തുടങ്ങിയത്. വലിയൊരു കച്ചവടവും കാര്യങ്ങളൊക്കെ പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പൊടിക്കൈകൾ നമ്മൾ ശ്രുതി നടത്തുകയും പിന്നെ നല്ല നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശ്യാമ് വന്നിട്ട് ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രുതിക്ക് വാങ്ങിച്ചു കൊടുക്കുകയും പിന്നെ ശ്യാമിനെ കണ്ടതിന്റെ സന്തോഷവും അങ്ങനെ ചെറിയ തമാശകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്യാമും നമ്മുടെ ശ്രുതിയും കൂടി വീണ്ടും ജിലേബി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു തയ്യാറെടുപ്പിൽ ആ ഒരു ജിലേബിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാമിൻ്റെ ആ ഒരു ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയം ചെറിയതായിട്ട് എണ്ണ നമ്മുടെ ശ്രുതിയുടെ കയ്യിൽ വീഴുന്നുണ്ട്. അങ്ങനെ ആ ഒരു പൊള്ളലിൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ശ്രുതി അന്ന് അശ്വിൻ ആ ഒരു കെട്ടിടത്തിൽ ഞാൻ അകപ്പെട്ടപ്പോൾ അശ്വിൻ രക്ഷിക്കാൻ വന്നതിന് ശേഷം എന്നെ പിടിച്ച് തള്ളിയതും എൻ്റെ കയ്യിലെ കുപ്പിവളകൾ കൊണ്ട് എൻ്റെ കൈ മുറിഞ്ഞ ആ ഒരു രംഗങ്ങളൊക്കെ ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഇതിനേക്കാൾ ഒരുപാട് മുറിവുകൾ അശ്വിൻ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറും നിസ്സാരമാണ് എന്ന് ശ്രുതി മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയം ശ്യാമാണെങ്കിലും മനസ്സിൽ സ്വയം പറയുന്നത്, ഒരിക്കലും ശ്രുതിയല്ല ജയിക്കാൻ പോകുന്നത്, ഞാനാണ് ജയിക്കാൻ പോകുന്നത്. അഞ്ജലിയും ഞാൻ ഒരിക്കലും കൈവിടത്തില്ല, ശ്രുതിയും ഞാൻ ഒരിക്കലും കൈവിടത്തില്ല, ഇവർ രണ്ടുപേരും എനിക്കുള്ളതാണ് എന്നുള്ള രീതിയിൽ ശ്യാം അവിടെ സംസാരിക്കുന്നുണ്ട്. അതും മനസ്സിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ ശ്യാമിന്റെ ആ ഒരു നീക്കങ്ങളെല്ലാം വിജയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ശ്യാം നിൽക്കുന്നത്. അതിന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശ്യാമിന് അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് പോകണം. കാരണം നമ്മുടെ അഞ്ജലിയുടെ ഒരു വെഡിങ് ആനിവേഴ്സറി ആണ് പിറ്റേ ദിവസം. അതുകൊണ്ട് തന്നെ ശ്യാമിന് എന്തായാലും ഇവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല എന്നറിയാം. അതുകൊണ്ട് ശ്യാം തിരിച്ച് അഞ്ജലിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ജോലിക്ക് പോകണമെന്നും ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടാണ് ശ്യാം അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈ സമയം നമ്മുടെ അശ്വിൻ അവിടെ ആ ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ പാർട്ടിക്കുള്ള ഒരു ഒരുക്കങ്ങളിലും കാര്യങ്ങൾക്കും ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മുടെ ലാവണ്യ വന്ന് സഹായം വേണമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, വേണ്ട, ഇത്രയും ദിവസം ഞാൻ തന്നെ സ്വയമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പം നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് അശ്വിൻ പറയുകയും അതിൻ്റെ കൂടെ തന്നെ മുത്തശ്ശി ഒരു കാര്യം അശ്വിനോട് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ഒരിക്കലും നിന്നോട് ദേഷ്യപ്പെടാനായിട്ട് വരത്തില്ല, അഞ്ജലിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഇനി ഞാൻ നിന്നോട് തർക്കിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും വരത്തില്ല, അത് എൻ്റെ വാക്കാണ്. ഈ പാർട്ടിക്കാണെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. കാരണം അഞ്ജലി അത്രത്തോളം ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും അത്രത്തോളം അവൾ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ അഞ്ജലിയുടെ മനസ്സ് നൊന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും എന്ന് അശ്വിനും നമ്മുടെ മുത്തശ്ശിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ദിവസവും കഴിഞ്ഞ് നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടിയ വലിയൊരു ഓർഡറിന് വേണ്ടിയിട്ട് സാമ്പിൾസ് കൊണ്ടുകൊടുക്കാനായിട്ട് ബേക്കറിയിലോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് ബോക്സും ജിലേബിയും ലഡുവൊക്കെ ആയിട്ട് അവർ സെറ്റാക്കി ബേക്കറിയിൽ പോവുകയും എന്നിട്ട് സാധനങ്ങളൊക്കെ ബേക്കറിയിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ആ ഒരു ജിലേബി കഴിച്ചു നോക്കിയപ്പോൾ ബേക്കറിയിലെ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഭയങ്കര ടേസ്റ്റും നല്ല പാലക്കാടൻ സ്വീറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഓർഡർ നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങൾ ഈ ഓർഡർ എടുത്തോളൂ. നാളെ തന്നെ ഈ 200 പേർക്കുള്ള സ്വീറ്റ്സ് നിങ്ങൾ വീട്ടിലെത്തിക്കണം, നിങ്ങൾ തന്നെ നേരിട്ട് കൊണ്ടെത്തിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പാർട്ടി കഴിയുന്നത് വരെ നിങ്ങൾ അവിടെ സർവ് ചെയ്യാനായിട്ട് ഉണ്ടാകുകയും ചെയ്യണം എന്ന് ആ ഒരു ബേക്കറിക്കാരൻ ശ്രുതിയോടും പ്രീതിയോടും പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിച്ചു, ഞങ്ങൾ എല്ലാത്തിനും കൂടെ ഉണ്ടാകും, എവിടെയാണ് ഈ സ്ഥലം, എവിടെയാണ്? അപ്പോൾ നമ്മുടെ അശ്വിൻ്റെ വീട്ടിലാണ് എന്ന് ബേക്കറിക്കാരൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ശ്രുതിക്കും പ്രീതിക്കും മനസ്സിലായത് അശ്വിൻ സായിറാമിൻ്റെ വീട്ടിലെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്വീറ്റ്സ് തയ്യാറാക്കുന്നത് എന്ന്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ഈ ഒരു ഓർഡർ കളയാനും പറ്റത്തില്ല, പക്ഷെ അശ്വിൻ്റെ വീട്ടിലോട്ട് പോകാനും പറ്റത്തില്ല. അങ്ങനെ ആ ഒരു രണ്ടും കെട്ട രീതിയിൽ അവർ രണ്ടുപേരും വലിയൊരു കുഴിയിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അശ്വിനും ശ്രുതിയും വീണ്ടും കണ്ടുമുട്ടി കഴിഞ്ഞാൽ വീണ്ടും അവരുടെ വലിയൊരു പ്രശ്നങ്ങൾ തന്നെ സംഭവിക്കുന്നതാണ്. അത് മാത്രമല്ല ശ്യാമിൻ്റെ ചതിക്കുഴികൾ ഇതുവരെ ശ്രുതിയും പ്രീതിയും ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ
അവിടെ വെച്ച് ശ്യാമിനെ കാണാൻ ഇടയായി കഴിഞ്ഞാൽ എന്തൊക്കെ രഹസ്യങ്ങളായിരിക്കും പുറത്താകുന്നത് എന്ന് നമുക്ക് വരുന്ന നാളുകൾ കണ്ടറിയാതിരിക്കും. ബൈ.